ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായ ദാനൻ പരാജയം. പ്രശസ്തനായ ഒരു കവിയുടെ പ്രശസ്തമായ വരികളാണിവ. മറ്റൊരു വരികൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കവി ആരാണെന്ന് പിടികിട്ടും. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. എല്ലാവർക്കും കവി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കവിതയുടെ വരികളാണിവ. കവി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മലയാളികൾക്ക് പ്രശസ്തനായ സുപരിചിതനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വാക്കുകൊണ്ടും വാങ്മയ ചിത്രം കൊണ്ടും മലയാള കവിതയിൽ നിറഞ്ഞു നിന്ന കവി, മലയാളത്തിന്റെ ഗന്ധർവ കവി, കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം കേരളം കണ്ട ജനകീയ കവി. അദ്ദേഹത്തിന്റെ കുറച്ച് രചനകളെ പരിചയപ്പെടുത്താം. രമണൻ, ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, വാഴക്കുല, സ്വരരാഗസുധ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം. ഇന്നത്തെ വിഷയം ചങ്ങമ്പുഴയല്ല, ഒറ്റപ്പദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. എങ്കിലും ചങ്ങമ്പുഴയും മറ്റുള്ള കവികളും ഒക്കെ മലയാളത്തിൽ ചോദ്യങ്ങളായി വരാറുണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഒറ്റപ്പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒറ്റപ്പദങ്ങൾ പലപ്പോഴും ഒരു മാർക്കിന് ഒറ്റപ്പദങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറയാറുണ്ട്. സാധാരണയായി ചോദിക്കുന്ന ഏതാനും ഒറ്റപ്പദങ്ങൾ, മുൻവർഷ ചോദ്യങ്ങളുള്ള ഒറ്റപ്പദങ്ങളെ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇഹത്തെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദം പല പ്രാവശ്യം PSC ആവർത്തിച്ചതാണ്. ഇഹത്തെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ഐഹികം. അതുപോലെ ഇതിഹാസത്തെ സംബന്ധിച്ചത്, അതിന്റെ ഒറ്റപ്പദം ഐതിഹാസികം എന്നാണ്. ഏകമായത് ഐക്യം, ഐക്യം എന്നതിന്റെ വിഗ്രഹിച്ച രൂപമാണ് ഏകമായത്. ദ്രുപദന്റെ പുത്രി ദ്രൗപദി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ദ്രോണന്റെ പുത്രി ദ്രൗണി. സൗമ്യഭാവം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? സുമത്തിന്റെ ഭാവമാണ് സൗമ്യം. അതുപോലെ ഗുരുവിന്റെ ഭാവം ഗൗരവം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. ദശരഥന്റെ പുത്രി ദാശരഥി. ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ. 3 കവികൾ കവിത്രയം. ഗ്രഹിക്കുന്ന ആൾ ഗ്രാഹകൻ. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. വ്യാകരണം അറിയുന്നവൻ എന്ത് വിളിക്കും? വൈയാകരണൻ എന്ന് വിളിക്കും. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ജാഗരൂകരായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസ. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ലൗകികം. കുറ്റം പറയുക, പഴിക്കുക. മറ്റൊന്ന് വീരസേനന്റെ പുത്രൻ. ഒരു തവണ ചോദിച്ചതാണ്. വൈരസേനി എന്നാണ്. വീരസേനന്റെ പുത്രൻ വൈരസേനി. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപഠിഷു. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ ഈ അടുത്ത കാലത്ത് PSC പരീക്ഷകളിൽ ചോദിച്ചതാണ്. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപഠിഷു. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷിക്കാൻ ആഗ്രഹമുള്ളയാൾ ബുഭുക്ഷു. ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹമുള്ളയാൾ ബുഭുക്ഷു. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സാർവജനീയം എന്നാണ് പറയാം. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്നതിന്റെ ഒറ്റപ്പദം സാർവജനീയം. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. വിവാഹം ചെയ്ത് ഭാര്യയോടൊപ്പം പാർക്കുന്നവനെ ഗൃഹസ്ഥൻ എന്നാണ് പറയാം. വിവാഹം ചെയ്ത് ഭാര്യയോടൊപ്പം പാർക്കുന്നവൻ ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ, ഗ്രഹസ്ഥൻ എന്നൊക്കെ കൊടുക്കും. ഗൃഹസ്ഥൻ എന്നാണ് ശരിയായ വാക്ക്. ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ. സർവ്വസാധാരണമായി നമുക്കറിയാവുന്നതാണ്. ദേശത്തെ സംബന്ധിക്കുന്നത് ദേശീയം. ദേശത്തെ സംബന്ധിക്കുന്നത് ദേശീയം. ഇനി പുത്രന്റെ പുത്രി പൗത്രി എന്നാണ് അറിയപ്പെടുക. പുത്രന്റെ പുത്രി പൗത്രി. മകളുടെ മകൾ ദൗഹിത്രി. ഈ മകളുടെ മകൾ എന്നത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. മകളുടെ മകൾ ദൗഹിത്രി. അതുപോലെ ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ.
ഭാര്യയുടെ പിതാവ് ശ്വശുരൻ. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. കുടിക്കാനുള്ള ആഗ്രഹം ചോദിച്ചിട്ടുണ്ട് പിപാസ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നവൻ എന്ത് പറയും? പന്നകം. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നവൻ പന്നകം. മോക്ഷം ആഗ്രഹിക്കുന്നവൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. അതുപോലെ നരകത്തിലെ നദി വൈതരണി. നരകത്തിലെ നദി എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വൈതരണി. ഇതൊക്കെ PSC പരീക്ഷകളിലെ പഴയ വർഷങ്ങൾ മുൻകാലങ്ങളിലൊക്കെ കുറെ കാലങ്ങൾക്ക് മുന്നേ ഒക്കെ ആവർത്തിച്ചതും 2023 വരെ ആവർത്തിച്ചതുമായ ഒറ്റപ്പദങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഒറ്റപ്പദങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.